ഹലോ ചന്തു. എന്തുന്നാ ന്യൂസ് ഇന്ത്യയിലെ ന്യൂസൻസ്? ജോലി ചോദിച്ചു ചെന്നെടുത്ത് അവൻ എന്നെ അവിടെ വെച്ച് അപമാനിച്ചു വിട്ടു. അതുകൊണ്ടാ അവനെ ഒന്ന് അപമാനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. വലിയ ആൾക്കാരാ, വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഡോൺ വെറി ചന്തു. വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെ പേരുദോഷവും നാണക്കേടും ഒക്കെ പേടിച്ച് ഇതിന്റെ പുറകെ ഒന്നും നടക്കില്ല. എന്ത് പ്രശ്നത്തിലാണോ നീ ചെന്ന് ചാടിയിരിക്കുന്നത്? വിട്ടൂടെ പ്രിയേ? നോ വേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് പോട്ടേന്ന് വിടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇത് വിടില്ല. ആ മിഥുനെ തെരുവിലിട്ട് വലിച്ചിഴയ്ക്കും വരെ അടങ്ങിയിരിക്കുകയില്ല. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത്. യു ഡോണ്ട് വെറി. ആ മിഥുൻ നന്ദനെ തോൽപ്പിക്കാൻ ഒരു അടിപൊളി മാസ്റ്റർ പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടടാ. നീ ലൈനിലിരിക്കെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ആരാണ് നിങ്ങളൊക്കെ? മിഥുന് വേണ്ടപ്പെട്ടവരാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം? എന്നാ പിന്നെ നേരിട്ട് കാര്യം അങ്ങ് പറഞ്ഞേക്കാം. നീ ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഥുന്റെ ഓഫീസിലേക്ക് വന്നത്. മിഥുൻ നിന്നെ റിജക്ട് ചെയ്തു. അത് നിനക്ക് പിടിച്ചില്ല, അതുകൊണ്ടല്ലേ? അതൊന്നുമല്ല. ലിസൺ, ആ ജോബ് ഞാൻ നിനക്ക് തരാം. സെയിം ജോബ്. വന്നാ കേസ് പിൻവലിക്കാൻ നോക്ക്. അതല്ലെങ്കിൽ അതുപോലെ 100 ജോബ് എനിക്ക് കിട്ടും. പക്ഷെ ആ മിഥുൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും വീണ്ടും അതേ കള്ളത്തരം പറഞ്ഞ് അത് സത്യമാക്കാൻ പറ്റുമെന്ന് കരുതണ്ട. നീ അത് കള്ളാന്ന് വിചാരിച്ച് സത്യം ഉടനെ അങ്ങ് കള്ളമായി മാറുമെന്നോ? ആ മിഥുൻ നിങ്ങൾ വിചാരിക്കും പോലെ അത്ര നിഷ്കളങ്കനല്ല. കാമപരാന്തന. മൈൻഡ് യുവർ ടങ്. മിഥുനെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. മഞ്ജരി, മഞ്ജരി ലിസൺ. മഞ്ജരി, മഞ്ജരി കൺട്രോൾ യുവർ സെൽഫ്. നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യാനാ വന്നേക്കുന്നത്, ക്രിയേറ്റ് ചെയ്യാനല്ല. അണ്ടർസ്റ്റാൻഡ്? ദേ നോക്ക്, പണത്തിന് വേണ്ടിയാ നീ ഈ ചെറ്റത്തരം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര വേണമെന്ന് പറ, പക്ഷെ കേസ് പിൻവലിക്കണം. ഒരു പെൺകുട്ടിയുടെ ചാരിത്രത്തെ നീ പണം കൊടുത്ത് വാങ്ങാൻ നോക്ക? നിന്റെ ചാരിത്രം നീ അങ്ങനെയാണോ അവന് വിറ്റത്? Shut up. മഞ്ജരി പ്ലീസ് പ്ലീസ്. യു ബ്ലഡി ബഗർ. എന്നെയാണോടി നീ കളി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നല്ലൊരു ഓഫറാണ് നിനക്ക് തന്നത്, പക്ഷെ നിനക്ക് അതൊന്നും വേണ്ട. ഇനി ഞാൻ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാം. മൊത്തം അവിടെയുള്ള CCTV ക്യാമറ ഫൂട്ടേജ് എല്ലാം പുറത്തെടുത്ത് അവിടെ നീ എന്താ കാണിച്ചതെന്നുള്ളത് ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് അത് ഈ ലോകത്തെ മുഴുവനും ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഓർമ്മയിരിക്കട്ടെ മോളെ. ആന്റി വന്നേ. പറയൂ ചന്തു. അവര് CCTV ക്യാമറ ഫുട്ടേജ് എടുത്താലോ? അത് പ്രശ്നമാവില്ലേ പ്രിയ? ഡോൺ വെറി ചന്തു. മിഥുന്റെ ഓഫീസിലാണ് CCTV ക്യാമറ റിപ്പയർ ആയിരുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. സെക്യൂരിറ്റി സർ, ആ ഓഫീസിലെ ക്യാമറാസ് ഒക്കെ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിഥുൻ സാറിന്റെ റൂമിലെ ക്യാമറ എന്തായാലും വർക്ക് ചെയ്യണം. ഓക്കെ സർ. സാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ പ്രശ്നമാവും. അതിനു മുമ്പ് ക്യാമറ ശരിയാക്കാൻ നോക്ക്. പെട്ടെന്ന് അവരെ വിളിച്ചു വരുത്ത്. ഓക്കെ സർ. ഇതാണ് സംഭവം. എനിഹോ, നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആയിക്കോട്ടെടാ, ബട്ട് നീ ഒന്ന് പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോന്നേക്ക്. ഐ മിസ് യു ലോട്ട്. ശരി, ഞാൻ വരാം. അവൾക്ക് ആ ഓഫർ കൊടുത്തത് പോലും തെറ്റായി പോയെന്ന് തോന്നുന്നു. നമ്മൾ ആ ഫൂട്ടേജ് എല്ലാം കളക്ട് ചെയ്ത് മീഡിയക്കാർക്ക് കൊടുക്കുകയായിരുന്നു വേണ്ടത്. അവൾ അതോടെ നാറിയനെ. 1 മിനിറ്റ് ആന്റി. ഹലോ. ഹലോ, ഞാൻ മഞ്ജരിയാണ്, സെക്യൂരിറ്റി. പറയൂ മാഡം. ഇന്ന് അവിടുത്തെ മുഴുവൻ CCTV ഫൂട്ടേജും എടുത്തു വെക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ വന്ന് കളക്ട് ചെയ്തോളാം. സോറി മാഡം.
ഇവിടെ CCTV ക്യാമറ വർക്ക് ചെയ്തതായിട്ട് 3 ദിവസമായി മാഡം. ഓ ഷിറ്റ്. എന്തു പറ്റി? 3 ദിവസമായത്രേ ഓഫീസിലെ CCTV ക്യാമറാസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓ എന്നാ വാ നമുക്ക് ഇവിടുന്ന് പോവാം. അതെന്നോട് ചോദിക്കാനാവാതെ അവളൊരു പക്ഷേ ഉള്ളാലെ പെടയുന്നും ഉണ്ടാവും. ജോലി തിരഞ്ഞെത്തുന്ന പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലാതായിരിക്കുന്നു. ഇത് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഇന്ന് നടന്നത്. മിസ്റ്റർ മിഥുൻ നന്ദൻ തന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്ന പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചത് ഇന്ന് ഇന്ത്യ ഒട്ടാകെ വലിയ വാർത്തയായിരിക്കുന്നു. മിഥുൻ നന്ദനെ പോലുള്ളവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണം. അയാൾക്ക് കിട്ടുന്ന ശിക്ഷ കണ്ട് മറ്റേതൊരു വ്യക്തിയും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ 2 തവണ ആലോചിക്കണം. സന്തോഷമായി. എനിക്കിപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ തോന്നുക. എനിക്ക് കിട്ടാതെ പോയ ആ മുന്തിരി പുളിക്കുന്ന മുന്തിരി ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. മേഘനയ്ക്ക് മിഥുനെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി വേദനിച്ചു. ഇപ്പൊ അത് പുഴുകുത്തിയ പഴമാണെന്നറിഞ്ഞപ്പോ എനിക്കും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെന്നുണ്ട് മമ്മി. മേഘന എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാലോ? ഹലോ ചെറിയമ്മേ. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു മോളെ? ലോകത്തുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദൈവം എന്തിനാണാവോ നിനക്ക് തന്നെ കൊണ്ടുതരുന്നത്. വിഷമിക്കണ്ട ചെറിയമ്മേ, മിഥുനേട്ടന് ബെയില് കിട്ടി, ഇപ്പൊ ഇവിടെയുണ്ട്. ഓ, ബെയില് കിട്ടി പുറത്തു വന്നൊക്കെ പറഞ്ഞാ അതൊക്കെ തൽക്കാലത്തെ രക്ഷപ്പെടല. നാളെ പെർമനന്റായി അകത്ത് പോയി കിടക്കാനുള്ളതല്ലേ. പണക്കാരന്മാരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് കണ്ടോ? അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ ചെറുമേ. ഇത്രയും നാണം കെട്ട ഒരു ഇടപാടുണ്ടായ ശേഷം വീണടുത്ത് കിടന്ന് ഉരുളുന്നത് കൊണ്ട് വരാനുള്ളത് വഴി തങ്ങുമോ മോളെ? നിന്റെ കെട്ടിയവന്റെ കള്ളത്തരം ഇപ്പൊ നാട്ടുകാരെ ലേലം വിളിക്കുകയല്ലേ. ചെറിയമ്മേ, മിഥുനേട്ടനെ കുറിച്ചൊരക്ഷരം പറയരുത്. ഞാനെന്താ പറഞ്ഞെന്നറിയോ? ഈ കാശുള്ളവന്മാരുണ്ടല്ലോ, പുറത്ത് സ്യൂട്ടും കോട്ടും ഒക്കെ അണിഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. അകത്ത് മൊത്തം നാറിപ്പുഴുത്ത് കിടക്കല്ലേ. താലി കെട്ടി ഒരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് നിന്റെ കെട്ടിയവന് ഇത് എന്തിന്റെ കേടായിരുന്നടി? ചെറിയമ്മേ, മതി, നിർത്ത്. ഇനിയൊരു അക്ഷരം വേണ്ടി പോരുത്.
മിഥുനേട്ടനെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ അവിടെ വന്ന് കാല് തല്ലി ഓടിക്കും. അല്ല മോളെ, ഞാൻ പറഞ്ഞതേ ചെറിയമ്മേ, ഈ ലോകം മൊത്തം മിഥുനേട്ടനെതിരെ തിരിഞ്ഞാലും ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. എന്റെ മിഥുനേട്ടൻ നല്ലവനാ. ഏട്ടന് സ്ത്രീകളെ ബഹുമാനിച്ചേ ശീലമുള്ളൂ. തെറ്റായ കണ്ണുകളോട് കൂടി എന്റെ ഏട്ടൻ ഒരിക്കലും ഒരു പെണ്ണിനെ നോക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇവിടെയുള്ള സകല ജനങ്ങളും ആ TV ചാനലുകളും എത്ര തന്നെ നിലവിളിച്ചാലും അതൊന്നും എന്റെ ചെവി കേക്കില്ല ചെറിയമ്മേ. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാൽ ലോകം ഇരുളോ മോളെ? ഇതിപ്പോ പൂച്ചയെക്കാളും കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ചെറിയമ്മേ, ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? മിഥുനേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ചെറിയമ്മയ്ക്ക് ഇനി ഇത് മാത്രമേ പറയാനുള്ളൂ എങ്കിൽ ഫോൺ വെച്ചേക്ക്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ചെറിയമ്മ ഇനി ഒരിക്കലും എന്നെ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. നാണമില്ലാത്തവളുടെ മുതുക താല് കിളുത്ത അതും തണലാണെന്ന് പറയും പോലെ എന്റെ ഭർത്താവ് നല്ലവനാണേ. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എന്റെ ചെവി കേക്കില്ല എന്ന് പറയുന്ന ഇവൾ എന്തൊരു ജന്മോ പെണ്ണേ. മിഥുനേട്ടൻ എന്തായി തപ്പുന്നേ? പറയുകയാണെങ്കിൽ ഞാൻ എടുത്തു തരാം. ഉറക്ക ഗുളിക. എനിക്കിന്ന് എന്നെ തന്നെ ഒന്ന് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. ഒരെണ്ണം പോലും കാണുന്നില്ല. ഞാൻ ചെന്ന് ഡാഡിനോടൊന്ന് ചോദിക്കട്ടെ. ഒരു ഫുൾ ബാർ സെറ്റപ്പ് ഉണ്ടല്ലോ അവിടെ. എന്നിട്ടെന്നെ കുടിക്കാതിരിക്കുന്നു വിളിച്ച? കുടിക്കാൻ വേണ്ടി തന്നെ എടുത്തു വെച്ചത്. എന്തോ മനസ്സിനൊരു വല്ലായ്മ. കുടിക്കാനും താല്പര്യമില്ല. എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും മദ്യം കഴിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ശീലം അല്ല അച്ഛാ. മിഥുനേട്ടനെ ഓർത്തെങ്കിലും ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ അച്ഛാ? എന്തു പറ്റൂലേട്ടാ? അല്ലെങ്കിൽ തന്നെ തലവേദനയാ. ഇതും കൂടെ കുടിച്ചാ അത് കൂടുകയുള്ളൂ. നീ എന്തിനാ ഇത് കുടിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം മിഥുൻ. മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോഴെല്ലാം കുടിക്കാൻ തുടങ്ങിയ
സൈഡിലോട്ട് എറിഞ്ഞു. താങ്ക് യു സോ മച്ച് മഞ്ജരി. മഞ്ജരി അല്ലേ ബെയില് വാങ്ങിച്ചു കൊടുത്തേ? നീ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താവുമായിരുന്നു എന്തോ. താങ്ക് യു വെരി മച്ച്. എനിക്കെന്തിനാ താങ്ക്സ്? മിഥുനെ രക്ഷപ്പെടുത്തേണ്ടത് എന്റെ കടമയാ. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ മിഥുന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകും. ഏതറ്റം വരെ പോകാനും മടിക്കില്ല. അതായത് മിഥുനും ഞാനും തമ്മിൽ അത്ര ക്ലോസ് റിലേഷൻഷിപ്പ് അല്ലേ. എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ മേഘനെ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും മുകളിലാന്ന് കേട്ടിട്ടില്ലേ? മിഥുൻ, യു ഡോണ്ട് വറി. തെറ്റ് ചെയ്തവര് വേണം പേടിക്കാൻ. നമ്മൾ അതൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. മിഥുൻ, നീ ഈ ഊരാക്കുടുക്കിൽ നിന്നും നിഷ്പ്രയാസം പുറത്തു വരുമെന്ന് ഉറപ്പാ. ഡോണ്ട് വറി. മിഥുൻ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാടാ. ഇങ്ങനെയുള്ളതൊക്കെ വന്നും പോയേയിരിക്കും. ഇത്തരം അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവേണ്ടത്. ബി ബോൾഡ്, ഓക്കെ? നിക്കേട്ടാ, ഇപ്പൊ ഈ ഉറക്ക ഗുളിക കഴിക്കണോ ഏട്ടാ? കഴിക്കണം മേഘനെ. ഇന്ന് നടന്നതെല്ലാം മറന്നെനിക്കൊന്ന് ഉറങ്ങണം. അതിനിത് വേണം. ഉറങ്ങാനാണെങ്കിൽ ആ ടാബ്ലറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ഹെഡ് മസാജ് ചെയ്തു തരാം. എല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അത് നിനക്കറിയോ? അപ്പൂപ്പനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലുട്ടാപ്പി, വാ വാ വാ. ഗുഡ്. ലുട്ടാപ്പി, ഹൗ ആർ യു ബേബി? നിനക്കാണ് സുഖം. നേരത്തിന് കഴിക്കുകയും ചെയ്യാം, സ്നേഹിക്കാനും ആളുണ്ട്. പക്ഷേ ഈ മനുഷ്യരെ കണ്ടില്ലേ? ഒരാൾ സന്തോഷിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. ഒരാൾ നന്നായ അയാളുടെ കുതികാല് വെട്ടാൻ കാത്തിരിക്കും. എന്റെ ഒരു കണ്ണ് പോയാലും ശത്രുവിന്റെ 2 കണ്ണും പോണം. അതാ ഇവിടുത്തെ മനുഷ്യന്റെ സ്വഭാവം. ഇതെല്ലാം കടന്ന് ജീവിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ഏട്ടൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സന്തോഷം ഇഷ്ടപ്പെടാത്ത, കുതുകാലി വേട്ടൻ കാത്തിരിക്കുന്ന, ശത്രുവിന് 2 കണ്ണും പോണേന്ന് ആഗ്രഹിക്കുന്നവര് മാത്രമല്ല, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ജീവനെ പോലെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്.